എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തലേ തേക്കാനുള്ള എണ്ണ മുറുക്കാവേ. നമ്മുടെ ഇവിടെയൊക്കെ എണ്ണ മുറുക്കുക എന്നാണ് പറയുന്നത്. ചിലയിടത്തൊക്കെ എണ്ണ കാച്ചുക എന്ന് പറയുമെന്ന് തോന്നുന്നു. നമ്മളിവിടെ മുറുക്കിയ എണ്ണ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അമ്മയാണ് ഇത് ശരിയാക്കി തരുന്നത്. ഇതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇത് തുളസിയിലയുണ്ട്, പിന്നെ കയ്യന്യം, 2 തണ്ട് മുക്കുറ്റി, ചെമ്പരത്തിപ്പൂവ്, പിന്നെ ഒരു പനിക്കൂർക്കല, കുറച്ച് കറിവേപ്പില, പിന്നെ കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരു ഇലയുണ്ട് അത്, പിന്നെ നമ്മുടെ മൈലാഞ്ചി ഇലയുണ്ട്. നമ്മളൊരു 1/4 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ട ഈ ഒരു ഇല ഞാൻ കഴുകിയപ്പോൾ എടുത്ത് ദൂരെ കളഞ്ഞ് കാട്ടുവെള്ളയാണെന്നും പറഞ്ഞ്. അപ്പോൾ അമ്മ വേണ്ട അത് പോയി പിന്നെയും പറിച്ചുകൊണ്ട് വന്ന്. ഇത് അലർജിക്കൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരെന്നാന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അമ്മ കല്ലേ വെച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട, അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുക്കാനുള്ള പരുവത്തിന് ഒന്ന് അരച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇത് അരിപ്പയ്ക്കകത്തൂടെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവേ. ഇനി ഈ പിഴിഞ്ഞെടുത്ത നീര് മുഴുവൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന 3-4 ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നേ, അതിൻ്റെ ഇതളിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് അടത്തി ഇട്ടാൽ മതിയേ. അത് ഇതിൻ്റെ കൂടെ അരയ്ക്കണമെന്നില്ല, അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ ജലാംശം എല്ലാം വറ്റി നല്ല പതയെല്ലാം വറ്റി വന്നു കഴിയുമ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ മൂപ്പാകുന്നത് കേട്ടോ. ഇനി എണ്ണ പാകമായോ എന്നറിയാനായിട്ട് നമ്മൾ കൈ കുറച്ച് കുരുമുളക് എടുത്ത് ഇങ്ങനെ പിടിച്ചേക്കണം, 3-4 കുരുമുളക്. ഇത് ഈ എണ്ണയുടെ തിളയെല്ലാം വന്ന് നന്നായിട്ട് പതയെല്ലാം മാറിക്കഴിയുമ്പം ഈ കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ട് പൊട്ടുന്നത് കേൾക്കാം. ആ സമയമാകുമ്പോൾ എണ്ണ പാകമായെന്നുള്ളതാണ്. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്ത് ചെറിയ പത കണ്ടോ സൈഡ് വഴി. ഈ പതയെല്ലാം നന്നായിട്ടങ്ങ് തീരണം കേട്ടോ. അന്നേരമാണ് ഈ എണ്ണ നന്നായിട്ട് മൂത്ത് വരുന്നത്.
ഇപ്പം നോക്കിക്കുക, മുമ്പത്തെ പോലല്ല, തിളയ്ക്കുന്നത് നല്ല ബബിൾ പോലെ. ആ പത അങ്ങ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ തിളയ്ക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ സമയമാകുമ്പം അതിൻ്റെ അകത്തെ ജലാംശമൊക്കെ മാറി എന്നുള്ളത്, ആ പതയെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ആ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അത് ചെറുതായിട്ടിങ്ങനെ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അപ്പം തന്നെ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ അതേ നമ്മുടെ കാച്ചിയ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.